सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांतिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। ओम समस्तजनकल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरम्। मूकं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं परमानन्दमाधवम्। ओम वार्दाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वामनुसन्दधामि भगवद्गीते भवद्वेषिणी। ഹരിയോം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഭഗവത്ഗീത കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലുപരി ഭഗവത്ഗീതയിലെ 3-ാം അധ്യായമായിട്ടുള്ള കർമ്മയോഗത്തിനെ നമ്മൾ പതുക്കെ വിശകലനം ചെയ്ത് ചർച്ച ചെയ്ത് വരികയാണ്. അപ്പം എന്തിനാണ് കർമ്മയോഗം? എത്ര തവണ പറഞ്ഞു എന്ന് തന്നെ അറിയില്ല. എന്തിനാ കർമ്മയോഗം? കർമ്മയോഗം നമുക്ക് ചിത്തശുദ്ധി ഉണ്ടാക്കാനാണ്. ഒരു ആധ്യാത്മിക സാധകൻ അല്ലെങ്കിൽ ഒരു ആധ്യാത്മികമായിട്ട് ഉയരണം എന്ന് ഉദ്ദേശിക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആൾ ആദ്യപടി എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടത് മനസ്സിൽ ശുദ്ധി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം എന്താ മനസ്സിൻ്റെ ശുദ്ധി? മനസ്സിൻ്റെ ശുദ്ധി മനസ്സിലെ സ്വാർത്ഥതകളില്ലാതെയാവുക എന്നുള്ളതാണ്. ഇപ്പം ഏറ്റവും സ്വാർത്ഥത ഇല്ലാതെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത് കർമ്മയോഗമാണ്. എന്താണത്? കാര്യം കർമ്മയോഗം സ്വാർത്ഥതയുടെ ഓപ്പോസിറ്റായിട്ടുള്ള, വിപരീതമായിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള കർമ്മമാണ്. അപ്പം നിസ്വാർത്ഥമായിട്ടുള്ള കർമ്മം മാത്രമാണോ? അല്ല. അതിനോടൊപ്പം ഇതിനെ ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് കർമ്മയോഗം ഒരു ടെക്നിക്കൽ ടൈമാണല്ലോ. അപ്പം അതിന് കൃത്യമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. അപ്പം ഇതിനെ ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണോ നമ്മുടെ ഡ്യൂട്ടി, ആ ഡ്യൂട്ടി തന്നെ ചെയ്യണം. അത് തന്നെ ചെയ്യണം, വേറെ ഡ്യൂട്ടി ചെയ്യാൻ പാടില്ല, വേറെ ആരുടെയും ഡ്യൂട്ടി ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കണ്ടു. പിന്നെയോ അതെങ്ങനെ ചെയ്യണം? ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി, പ്രസാദ ബുദ്ധിയോടുകൂടി ചെയ്യണം. അതുമാത്രമല്ല യജ്ഞഭാവനയോടുകൂടി ചെയ്യണം. യജ്ഞഭാവന എന്ന് പറഞ്ഞാൽ ഈശ്വരാർപ്പണ ബുദ്ധിയാണെങ്കിൽ കൂടെയും അതിന് വേറൊരു തലം കൂടെ നമ്മൾ കൊടുത്ത് എല്ലാവർക്കുമായിട്ട് ചേർന്ന് എല്ലാവർക്കും വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ ആ ഒരു കോപ്പറേറ്റീവ് എൻഡവറായിട്ട് നമ്മൾ ഏതൊരു കർമ്മവും ഏറ്റെടുത്ത് ചെയ്യണം എന്ന് നമ്മൾ കണ്ടു. എന്നിട്ട് അങ്ങനെ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നത്തിനെ പറ്റി നമ്മൾ കണ്ടു. ഞാൻ സ്വാർത്ഥതയുടെ കുഞ്ഞായിട്ട് മാറുമെന്ന് മനസ്സിലായില്ലേ? ചില സമയത്ത് അങ്ങനെയാണ് പറയില്ലേ, സ്വാർത്ഥതയുടെ കുഞ്ഞാണ് നീ എന്നല്ല പറയും. കാര്യം ഫുള്ള് സ്വാർത്ഥതയാ ഇല്ല. അങ്ങനല്ലാതെ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ കൊടുത്തും കൊണ്ടും സമൂഹത്തിലെ ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂട്ടറായിട്ട് മാറണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഇത് എല്ലാവർക്കും വിധിച്ചിട്ടുണ്ട്. എന്ത്? ഈ യജ്ഞഭാവനയോടുകൂടി കർമ്മം ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും വിധിച്ചിട്ടുള്ള കാര്യമാണ്. ഓരോരുത്തർക്കും
ഭഗവാനാൽ പ്രജാപതിയാൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടു. അപ്പം ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ കാരണം, ഭഗവത്ഗീത ഒരു തോട്ട് ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ കർമ്മയോഗത്തിനെ പറ്റി വിശദീകരിച്ചു, എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു, യജ്ഞം എന്ന് പറയുന്നൊരു ടോപ്പിക്കിലേക്ക് വന്നു. ഈ യജ്ഞത്തിനെ കണ്ട സമയത്ത് നമ്മൾ യജ്ഞത്തിനെ പഞ്ചമഹായജ്ഞങ്ങളായിട്ട് വിശദീകരിച്ചായിരുന്നു. ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം, ബ്രഹ്മയജ്ഞമായിട്ട് 5 യജ്ഞങ്ങളായിട്ട് നമ്മൾ തിരിച്ചായിരുന്നു. ഇതിൽ അവസാനത്തെ 4 യജ്ഞങ്ങൾക്ക് നമുക്ക് ലോജിക്കലി നമുക്ക് തന്നെ ഉത്തരം ഉണ്ടെങ്കിലും ഈ ദേവയജ്ഞം എല്ലാവരും ചിലപ്പോൾ അംഗീകരിക്കും പെട്ടെന്ന്, അങ്ങനെ ഒരു വളരെ റോഷണലായിട്ട് ചിന്തിക്കുന്നു എന്നെല്ലാം പറയുന്ന ആൾക്കാർക്ക് പറ്റില്ലെങ്കിൽ അതാണ് ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ ഒന്നുകൂടെ പറഞ്ഞ് വിശദീകരിക്കാനുള്ള കാരണം എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം ഈ യജ്ഞം എന്നുള്ളത് ഇവിടെ ഉള്ള ഒരു കോസ്മിക് സർക്കിളിന്, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ പറയാറില്ലേ പണ്ടെന്നാ ബയോളജിക്കൽ സർക്കിൾ എന്നെല്ലാം പറയത്തില്ലേ, അത് കണക്കത്തെ ആ ഒരു കോസ്മിക് സർക്കിളിന് എത്രത്തോളം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ കണ്ടു. എങ്ങനെയാണ് നമ്മൾ നാനാദ്ഭവന്തി ഭൂതാനി പർജന്യാതന്നെ സംഭവ യജ്ഞാദ്ഭവതി പർജന്യ യജ്ഞകർമ്മ സമുദ്ഭവം എന്ന് പറഞ്ഞിട്ട് ഒരു സൈക്കിളിനെ, ആ സൈക്കിളിനെ നമ്മൾ കണ്ടു. എങ്ങനെയാണ് ബ്രഹ്മത്തിൽ നിന്ന്, പരബ്രഹ്മത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഇതിൽ നിന്ന് വേദം ഉണ്ടാകുന്നു. ആ വേദത്തിൽ നിന്ന് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നുള്ള ആ വിധി നിഷേധങ്ങളോട് കൂടിയിട്ടുള്ള ആ കർമ്മത്തിനെ പറ്റിയിട്ടുള്ള ധാരണ കിട്ടുന്നു. ഈ കർമ്മം യജ്ഞഭാവനയിൽ ചെയ്യുമ്പോൾ യജ്ഞം പർജന്യത്തിനെ നൽകുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. എന്താണ്, നമ്മൾ ഒരുമിച്ച് വന്ന് നിൽക്കുന്ന സമയത്ത് വളരെ ഗംഭീരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനായിട്ടുള്ള ഒരു കാലാവസ്ഥ സംജാതമാകും. ഓക്കെ, അത് വളരെ പ്രധാനമാണ്. അപ്പം ഇവിടെ നേരത്തെ റൂൾസും റെഗുലേഷൻസ് എല്ലാം എഴുതിപ്പെട്ടിട്ടുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഇത് നല്ല രീതിയിൽ ഫ്രക്ടിഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം, എല്ലാവരും ഒരേ മനസ്സോടുകൂടി, തുടർന്ന മനസ്സോടുകൂടി ഒരുമിച്ച് വന്ന് നിൽക്കുന്ന സമയത്ത്, ആ യജ്ഞം സംഭവിക്കുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാകും, നല്ല പുതിയ കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പർജന്യം ഉണ്ടാകും. പർജന്യത്തിൽ നിന്ന് എന്തുണ്ടാകും, ഭൂതങ്ങളുണ്ട്, അന്നം ഉണ്ടാകും, അന്നത്തിൽ നിന്ന് ഭൂതം ഉണ്ടാകും നമ്മൾ കണ്ടു. ഓക്കെ, അപ്പം ഈ ഒരു സൈക്കിളിൽ, ഈ ഒരു സർക്കിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ് യജ്ഞം. ഈ യജ്ഞം ഇല്ല എങ്കിൽ ഇത് കംപ്ലീറ്റ് ആകില്ല. അതുകൊണ്ട് എന്താണ്, അർജുന യജ്ഞത്തിനെ അനുഷ്ഠിക്കും എന്നിട്ട് നമ്മൾ കണ്ടെന്തുണ്ട്, ഇത് ചെയ്യേണ്ടതായിട്ടുള്ള ആൾക്കാരുണ്ടോ? എല്ലാവരും ചെയ്യും എന്ന് പറഞ്ഞു എല്ലാവരും ചെയ്യണോ? ചെയ്യേണ്ടതായിട്ടുള്ള ആൾക്കാരുണ്ടോ? ഉണ്ട്. ആരാണ്? ആ മുക്തപുരുഷന്മാരാണ്. അവരെല്ലാം നേടിയവരാണ്. അതാണ് നമ്മൾ 2 ശ്ലോകങ്ങളായിട്ട് പിന്നെ കണ്ടത്. ഇത് അവർക്ക് വേണമെങ്കിൽ ചെയ്യും എന്നാണ് പറയാം. അങ്ങനെയല്ല, പക്ഷെ അവർ ചെയ്യും. കാര്യം എന്താണ്, അവർ ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇത് ചെയ്യും. അപ്പം ഇവിടെ വരെയാണ് നമ്മൾ കണ്ടത്. എന്നിട്ട് ഭഗവാൻ ഈ ഒരു ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യാണ്. എന്താണ്? തസ്മാദസക്ത സതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. അതുകൊണ്ട് അസക്തനായി കർമ്മം ചെയ്തുകൊണ്ട്, എന്തുകൊണ്ട്? നീ ആ മുക്തപുരുഷനെ പോലെ അല്ലാത്തത് കൊണ്ട്, നിനക്ക് ഈ ലോകത്തിൽ ആൾക്കാരോട് ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട്, നിനക്ക് ഈ ലോകത്തിൽ നിന്ന് പല കാര്യങ്ങളും നീ സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട്, നീ ഒരു കടക്കാരനായതുകൊണ്ട്, അതുകൊണ്ട് അസക്തനായി കർത്തവ്യമായ കർമ്മത്തിനെ, നിന്റെ ഡ്യൂട്ടി എന്താണോ അതിനെ എപ്പോഴും നന്നായിട്ട് ചെയ്യൂ. ഓക്കെ, എന്തെന്നാൽ അസക്തനായി കർമ്മം ചെയ്യുന്ന മനുഷ്യൻ പരമപദത്തെ പ്രാപിക്കും. ഇത് തുടക്കമാണ്. പരമപദത്തിലേക്ക്, ആ മോക്ഷത്തിലേക്ക് പോകാനുള്ള തുടക്കമാണ് എന്ത്? കർമ്മയോഗം ചെയ്യണം. ഇനി ഒരു 5-8 ശ്ലോകങ്ങളിലായിട്ട് കൃത്യമായിട്ട് എന്തുകൊണ്ട് അർജുനൻ കർമ്മം ചെയ്യണം എന്ന് പറയും. ഇതുവരെ ജനറലായിട്ട് പറഞ്ഞാണെങ്കിൽ എന്തുകൊണ്ട് അർജുനൻ കർമ്മം ചെയ്യണം. അപ്പം ആദ്യത്തേത് ശിഷ്ടാചാരം എന്ന് പറയുന്ന ഒരു രീതിയാണ്. ഇപ്പം ഇത് മാത്രമായിട്ടൊരു ബ്ലോക്കായിട്ട് നമുക്ക് എടുക്കാതെ ഇനി വരാൻ പോകുന്നത്, അപ്പോൾ ഇത് ഓരോരോ ബ്ലോക്കായിട്ടാണ് നമുക്ക് എടുക്കാം, ഓരോരോ ടോപ്പിക്കായിട്ട് നമുക്ക് എടുക്കാം. അപ്പം ഇതൊക്കെ
ചില സമയത്ത് നമ്മൾ ലീഡർഷിപ്പിനെ പറ്റിയിട്ടെല്ലാം പറയുന്ന സമയത്ത് ഈ ഒരു നെക്സ്റ്റ് ഒരു 4-5 ശ്ലോകങ്ങൾ ഒരുമിച്ചെടുത്ത് അതിന് വേണ്ടിയിട്ട് സംസാരിക്കാറുണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനെല്ലാം പോകുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഇത് സമൂഹത്തിൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന എല്ലാവരും ഉയർന്ന തലത്തിൽ തന്നെ എങ്കിൽ കൂടെയും ചില പൊസിഷൻസ് എല്ലാം കൊണ്ട് ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള അലേർട്ട്നെസ്സോടുകൂടി നിൽക്കേണ്ടതായിട്ടുള്ള ചില പോയിന്റുകളാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന കുറച്ച് ഭാഗങ്ങളിൽ നമ്മൾ കാണുക. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം അർജുനനോട് ഭഗവാൻ പറയുന്നത് ശിഷ്ടാചാരത്തിനെ പറ്റിയിട്ടാണ്. ശിഷ്ടാചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ശിഷ്ടാചാരം എന്ന് പറഞ്ഞാൽ തനിക്ക് മുമ്പേ ജനിച്ച് ജീവിച്ച് കടന്നുപോയ തന്നെ പോലെ തന്നെയുള്ള ആൾക്കാർ ഞാൻ ആരെ കണ്ടാണോ പഠിക്കേണ്ടത് അവരെന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റി അത് നോക്കി മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതിനാണ് ശിഷ്ടാചാരം. ശരി, ഇപ്പം അർജുനൻ ആരെ കണ്ടാ പഠിക്കേണ്ടത്? അർജുനൻ കണ്ടുപിടിക്കേണ്ട ഒരു ബ്രാഹ്മണനെയോ ഒരു വൈശ്യനെയോ ഒരു ശൂദ്രനെയോ അല്ല, പിന്നെയോ അർജുനൻ ഒരു ക്ഷത്രിയനെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ക്ഷത്രിയനെയാണ് അർജുനൻ എന്താണ് ഒരു ഉദാഹരണമായിട്ട് മുന്നിലോട്ട് കാണേണ്ടത്, വെക്കേണ്ടത്. ഭഗവാൻ എന്ത് ചെയ്യും? അർജുനന് മുമ്പേ ജനിച്ച് ജീവിച്ച് കടന്നു പോയിട്ടുള്ള ഗംഭീരനായിട്ടുള്ള ഒരു ക്ഷത്രിയന്റെ ഉദാഹരണം എടുത്തുകൊണ്ട് ഇതിനെ നിന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക. ഓക്കെ, ഇതിനെ ശിഷ്ടാചാരം എന്ന് പറയും. ഓക്കെ, അപ്പം എന്താ പറയുക? ഭഗവാൻ പറയും, എടാ ജനകൻ മുതലായിട്ടുള്ള ആളുകൾ, ജനകൻ മഹാരാജാവ് മുതലായിട്ടുള്ള ആളുകൾ കർമ്മം കൊണ്ട് തന്നെയാണല്ലോ പരമപദവി പ്രാപിച്ചത്. അവർ ഈ അതിൻ്റെ പേരിന് അവരുടെ പദവിയും എല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞു പോയിട്ടൊന്നും അല്ല അവരെന്താണ് അവരാ പരമമായിട്ടുള്ളതിനെ നേടിയത്. അവര് ആ പണി എടുത്തുകൊണ്ടാണ്. ഇപ്പം ആരെ ജനകൻ സീതയുടെ അച്ഛനാണോ എന്ന് ചോദിക്കില്ല. അതായത് മിഥിലയിലെ രാജാക്കന്മാരെ എല്ലാവരെയും വിളിക്കുന്ന ഒരു സ്ഥാനപ്പേര് കണക്കാണ് എന്നാണ്. നമ്മൾ പല ജനകന്മാരെ പറ്റി നമ്മൾ കേൾക്കും. അതായത് ഒന്ന് ഭഗവതി സീതാദേവിയുടെ പിതാവായിട്ടുള്ള ജനകൻ, അതല്ലെങ്കിൽ പല ആചാര്യന്മാർ പല രീതിയിൽ പറയുമെങ്കിലും വ്യാസൻ ശുകനെ, അതായത് വേദവ്യാസജി, അതായത് സർവ വേദാന്തവും സർവശാസ്ത്ര പാരംഗതനായിട്ടുള്ള വേദവ്യാസി തൻ്റെ മകനായിട്ടുള്ള ശുകനെ, അദ്ദേഹം ജനിച്ചതേ മുക്തനായിട്ടാണ് ശുകൻ. അങ്ങനെയുള്ള ശുകനെ ജനകന്റെ അടുക്കലാണ് ബ്രഹ്മവിദ്യ പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നതെന്നാണ്. അത്ര ഗംഭീരനാണ് എന്നാണ്. അപ്പം ആ ഒരു ലീനിയേജിൽ വരുന്നവരെല്ലാവരും അവരെങ്ങനെയാണ്? അവരെല്ലാം ജനകന്മാരാണ്. അവരൊക്കെ ശാസ്ത്ര കുതുകികളുമായിരിക്കും. അവർക്ക് ഗംഭീരമായിട്ടുള്ള ജ്ഞാനമുള്ള ആൾക്കാരായിരിക്കും. അപ്പം ഈ ജനകനൊക്കെ എങ്ങനെയാണ് മോക്ഷ പദവിയിലേക്ക് പരമപദവിയിലേക്ക് എത്തിയത്? ഒരു സംശയം വേണ്ട അർജുന. അവര് കർമ്മം കൊണ്ട് തന്നെയാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മടന്മാരുടെ കർമ്മമല്ല, എന്താണോ അവരിൽ നിക്ഷിപ്തമായിരുന്ന കർമ്മം, രാജ്യത്തിനെ കൃത്യമായിട്ട് നോക്കി സംരക്ഷിച്ച് അവര് ആ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി, പ്രസാദ ബുദ്ധിയോടുകൂടി, യജ്ഞഭാവനയോടുകൂടി അവര് കർമ്മം ചെയ്ത് തന്നെയാണ് ഈ ലോകത്തില് അവര് പരമപദവിയെ പ്രാപിച്ചത്. ശ്രേഷ്ഠന്മാരിതാടാ ചെയ്തത്. നീ അവരെ കണ്ടല്ലേ പഠിക്കേണ്ടത്. നീ അവരെന്ത് ചെയ്തു എന്ന് നോക്കിയിട്ട് അത് കണക്ക് നീ ചെയ്യണം. അത് നിന്നെ വളർത്തും എന്നാണ്. നമ്മുടെ ജീവിതം എടുത്തു നോക്കൂ. നമ്മൾ പുതിയതായിട്ടൊരു സ്ഥലത്ത് ചെന്നു. ഇപ്പം ഞാൻ സാധാരണ ടീച്ചേഴ്സിനൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർക്ക് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ പുതിയൊരു സ്കൂളിൽ ചെന്നു. ആ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ സ്കൂള് പുതിയൊരു മാനേജ്മെൻറ്റിൻ്റെ സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിൻ്റേതായിട്ടുള്ള ഒരു ഡൈനാമിക്സ് ഉണ്ട്. ആ സ്കൂളിൻ്റേതായിട്ടുള്ള ഒരു രീതിയുണ്ട്. ആ സ്കൂളിൻ്റേതായിട്ടുള്ള ഒരു ചട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചട്ടവട്ടങ്ങളാണോ ചിട്ടവട്ടങ്ങളാണോ എന്താണെങ്കിലും ആ കാര്യമുണ്ട്. അപ്പോൾ ഞാൻ 20 വർഷം അല്ലെങ്കിൽ എനിക്ക് 20 വർഷത്തെ ഒരു പരിചയമുണ്ട്. ഞാൻ അധ്യാപകനായിട്ട് അല്ലെങ്കിൽ അധ്യാപകനായിട്ട് 10-20 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരു എക്സ്ട്രാ മെറിറ്റ് തന്നെയാണ്. എങ്കിലും നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ വർഷങ്ങളായിട്ടുള്ള ആളുകൾ, അതായത് അവിടെ ഒരു സീനിയോറിറ്റി ഉള്ള ആളുകൾ എന്താണോ
ചെയ്യുന്നത്, അത് കണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതിൻ്റെതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. ഞാൻ വന്നിട്ട് ഞാൻ ഇത്ര കാലവും ചെയ്തതിൽ നിന്ന് ഞാൻ മാറാതെ നേരിട്ട് ആ സിസ്റ്റത്തിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റം എന്നെ തിന്ന് കളയും, അല്ലെങ്കിൽ നമ്മളെ ഒടിച്ച് കളയും. പലപ്പോഴും പറ്റുന്നൊരു പ്രശ്നം ഇതാണ്. അതായത് നമ്മൾ ആ സിസ്റ്റത്തിനെ മനസ്സിലാകാതെ നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് ഞാൻ അതേപോലെ തന്നെ കയറും. ഇല്ല, നമ്മളെന്ത് ചെയ്യണം, ഒന്ന് വെയിറ്റ് ചെയ്ത് ആ സിസ്റ്റം എന്താണ് എന്ന് പഠിക്കണം. പഠിച്ചിട്ട് ആ സിസ്റ്റത്തിൻ്റെ ഭാഗമാകണം. ഭാഗമായിട്ട് മാറ്റേണ്ടതുണ്ടെങ്കിൽ സമയം എടുത്തുകൊണ്ട് മാറ്റണം. ഇതിനെന്താ ആദ്യം വേണ്ടത്, ആ സിസ്റ്റം എന്താണെന്ന് പഠിക്കണം എന്നുള്ള. ഇവിടെ എങ്ങനെ ആ സിസ്റ്റം എന്താണെന്നുള്ളത് പഠിക്കാനുള്ള എളുപ്പമാർഗം, ഇതിനു മുമ്പ് ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിരുന്ന ആളുകളെ അവരെ കണ്ടുപഠിക്കണം, അവരോട് ഡിസ്കസ് ചെയ്യണം, അവരോട് ഇതിനെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തണം. കണ്ടിട്ടുണ്ട് ചില സമയത്ത് പുതുതായിട്ട് ഒരാളെ ഒരു ഓഫീസിലേക്ക്, ഒരു പവറുള്ള ഒരു പോസ്റ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഓഫീസ് ഇങ്ങനെ പൊക്കോണ്ടിരുന്ന എല്ലാം കൂടെ ഇങ്ങനെ ആകും. കാര്യം എന്നാ, ഇദ്ദേഹം പുതുതായിട്ടുള്ള നിയമങ്ങൾ. അപ്പോൾ ഉടനെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അതിനെ എതിർക്കാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെ കാണും ഇല്ലേ സാധാരണ ഓഫീസുകളിലെല്ലാം. കാര്യം എന്താ, കാര്യം ഈ ഒരു കാര്യം ആ ശ്രേഷ്ഠാചാര്യം അല്ലെ ശിഷ്ടാചാരം നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, പണ്ടുള്ള ആൾക്കാരൊക്കെ പൊട്ടത്തരം കാണിച്ചു അത് അതേപോലെ അനുകരിക്കുക അല്ല, അതല്ല. അത് മനസ്സിലാവുമല്ലോ, അതിനു വേണ്ടിയിട്ടല്ല എന്ന് മനസ്സിലാവുമല്ലോ. പക്ഷേ ഞാൻ ഇടപെടുന്ന ആ സിസ്റ്റം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ബാധ്യത എനിക്കുണ്ട്. ഞാൻ എവിടാ പോയി നിൽക്കുന്നത്, ഞാൻ എവിടാണ്, എൻ്റെ കള എന്താണ് നമ്മൾ പറയത്തില്ല ചില സമയത്ത്. അങ്ങനെയൊക്കെ ഒരു ഗ്രാമ്യ ഭാഷയിലൊക്കെ ഒരു പറയും എന്താണ്, ആദ്യം കളം പിടിക്കണം. നമ്മളവിടെ പോയിട്ട് ആദ്യം കള എന്താണെന്ന് അറിയണം. കളിയുടെ കളം, ഇവർ ഈ എൻ്റെ പേരിന ഈ പകിടയൊക്കെ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ കുലുക്കിടത്തില്ലേ, ആ പകിട കളിക്കുന്ന സമയത്തൊക്കെ കള എന്താണ്, എവിടം വരെ കളി നടന്നിട്ടുണ്ട്, എന്താ ഇവിടെ കളിക്കുന്നത് എന്നുള്ളൊരു ലൈൻ മനസ്സിലാക്കിയിട്ട് കളി തുടങ്ങാൻ പാടുള്ളൂ. അതേപോലെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ആചരിച്ചു വരുന്ന ആളുകൾ അതിൽ ശ്രേഷ്ഠന്മാരെന്താണ് ചെയ്തത് എന്ന് മനസ്സിലാക്കി നമ്മൾ ജീവിക്കണം. പറഞ്ഞു കേട്ടിട്ടില്ലേ, അനുഭവം നമ്മളെ പഠിപ്പിക്കും. അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നവൻ ബുദ്ധിമാനാണ്. ഇനിയോ വേറൊരാളുടെ അനുഭവം കണ്ടിട്ട് അതിൽ നിന്ന് ഞാൻ പഠിക്കുന്നത് അതിബുദ്ധിമാനാണ്. തീയിൽ തൊട്ടാൽ പൊള്ളും. ഓക്കെ, ഒരുത്തനെ തൊടുന്നത് കണ്ടു പൊള്ളുന്നത് കണ്ടു നമ്മൾ. അത് കണ്ടിട്ട് അവന് പൊള്ളിയുള്ളൂ, പക്ഷെ എനിക്കത് ആ അനുഭവം കിട്ടിയില്ലല്ലോ, അതുകൊണ്ടത് ഞാനും ഒന്ന് തൊട്ട് പൊള്ളിച്ചിട്ട് തീയിൽ പിന്നെ തൊടാതിരിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുക. അല്ല, ഒരുത്തന് പൊള്ളുന്ന കണ്ടതോടുകൂടി നമ്മൾ മനസ്സിലായി ഇനി അത് തൊടാൻ പാടില്ല എന്ന്. അതല്ലേ കുറച്ചും കൂടെ ബുദ്ധി. അപ്പോൾ വേറൊരാളെ കണ്ട് മനസ്സിലാക്കി പഠിക്കുന്നത് നമ്മളെ സഹായിക്കും. ഇവിടെ ജനകൻ ഇത്യാദിയായിട്ടുള്ള ക്ഷത്രിയ രാജാക്കന്മാര് കർമ്മം കൊണ്ടാണ്, കർമ്മയോഗം കൊണ്ട് തന്നെയാണ് പരമപദവിയെ പ്രാപിച്ചത്. അർജുന, നീ എന്ത് ചെയ്യൂ, അവരെ കണ്ടു പഠിക്കൂ. അപ്പൊ നമ്മളെന്താ കണ്ടത്, നമ്മൾ കണ്ടത് ശ്രേഷ്ഠന്മാരെ കണ്ടു പഠിക്കണം. അർജുന, നീ ശ്രേഷ്ഠന്മാരെ കണ്ടുപിടിക്കണം. അവരെന്താണോ ഇതിനു മുമ്പ് ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ട് നീ നോക്കി മനസ്സിലാക്കി പഠിക്കണം. നിന്റെ മുമ്പിൽ ഗംഭീരരായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. ആരാണത്? ജനകൻ മുതലായിട്ടുള്ള ആളുകൾ. അവരെ കണ്ട് നീ പഠിക്കണം. മാത്രമല്ല, ഇത് നിന്റെ വളർച്ചയിലേക്ക് സഹായിക്കും. മാത്രമല്ല, ഈ കർമ്മയോഗം ചെയ്യുന്നത് നീ പുതുതായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നിനക്ക് വേണ്ട. കാര്യം എന്താ? കാര്യം നിനക്ക് മുമ്പേ കടന്നു പോയിട്ടുള്ള മഹാത്മാക്കള്, നിന്നെ പോലെ തന്നെയുള്ള മഹാത്മാക്കള്, ശ്രേഷ്ഠ പുരുഷന്മാര് ഈ കർമ്മയോഗത്തിനെ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്താണ് അർജുന, ഒരു സംശയമില്ലാതെ കർമ്മയോഗം ചെയ്യും.
അടുത്തത് വളരെ രസകരമായിട്ടുള്ളൊരു പോയിന്റാണ് ഭഗവാൻ പറയുക. ഇത് വളരെ ഗംഭീരമായിട്ട് പൂജ്യ ഗുരുദേവൻ വിശദീകരിക്കും. മാത്രമല്ല, ഗുരുദേവൻ ക്ലാസ് എടുക്കുന്ന സമയത്ത്, യജ്ഞം എടുക്കുന്ന സമയത്ത് ഗുരുദേവൻ ആളുകളെ കൊണ്ട് ഈ ശ്ലോകം കാണാതെ പഠിപ്പിക്കുമായിരുന്നു. എന്താണ് പറയും? യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവത്തരോജന സ്വയത് പ്രമാണം ഗുരുതേ ലോകസ്തനുവർത്തതേ. വളരെ സിമ്പിളായിട്ടുള്ള സൈക്കോളജിയാണ്. എന്താണ്? ശ്രേഷ്ഠൻ ഏതേതിനെ ആചരിക്കുന്നുവോ അതിനെ സാധാരണക്കാർ നോക്കി ആചരിക്കാൻ ശ്രമിക്കും. അതേപോലെ തന്നെ ശ്രേഷ്ഠൻ എന്തിനെയാണോ പ്രമാണമാക്കുന്നത് അതിനെ സാധാരണക്കാർ അവരുടെ പ്രമാണമാക്കും. എന്താ പറഞ്ഞു? ഒന്നുകൂടെ പറഞ്ഞേ. അതായത് നമ്മൾ പറയാറില്ലേ, ഇപ്പൊ പിള്ളേരൊക്കെ കണ്ടിട്ടില്ലേ, ചില സമയത്ത് ഇങ്ങനെ ഒരു സൈഡ് ചെരിച്ച് നടക്കുന്ന കാര്യം തന്നെ മോഹൻലാൽ ഫാൻ ആയതുകൊണ്ടാണ്. അതല്ലെങ്കിലോ ചില സമയത്ത് ഏതെങ്കിലും ഒരു ട്രെൻഡ് ഡ്രസ്സ് വരുമ്പോൾ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി അതിടുന്ന കാണുമ്പോഴത്തേക്കും പിള്ളേരെന്ത് ചെയ്യും? പിള്ളേരുടനെ അവരുടെ ഷർട്ടും പാൻറ്റൊക്കെ അത് കണക്ക് മാറ്റും. കാര്യം എന്നാ? അവരാരെയാണോ നോക്കിക്കാണുന്നത് അവരെന്ത് ചെയ്യുന്നോ ആ ചെയ്യുന്ന കാര്യത്തിനെ അനുകരിക്കാനുള്ള ഒരു സ്വഭാവം മനുഷ്യർക്കുണ്ട്. അതുകൊണ്ടാണ് ചില സമയത്ത് ചില ട്രെൻഡുകളൊക്കെ ഉണ്ടാകുക. മനസ്സിലായില്ലേ? ചില ട്രെൻഡുകളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു പുതിയ സിനിമയുണ്ട്. സിനിമയിൽ അതിൻ്റെ അകത്ത് നായികയുടെ ഹെയർ കട്ടുണ്ട്. ആ ഹെയർ കട്ട് ഇപ്പോൾ പുതിയ പിള്ളേർ വെച്ചുകൊണ്ട് നടക്കുന്ന കാണാം. ഞാനിപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റി നിൽക്കുന്ന കാണാം. നമുക്കത് കാണാൻ പറ്റും. പടക്കെന്ന് പറഞ്ഞാണ് പിള്ളേർ അവരുടെ സ്റ്റൈല് മാറുന്നത്. KGF ആയപ്പോൾ ഞാൻ വെച്ചതല്ല, ഇതല്ലാതെ വന്നതാ. ഓക്കെ, ഇനി പറയരുത് സ്വാമി KGF കണ്ടിട്ടാണോ ഇത് വെച്ചത്? അല്ലല്ല, നമ്മളിതിന് ഒരു സ്റ്റൈലായിട്ട് വെച്ചെന്നേ ഉള്ളൂ. ഓക്കെ. പക്ഷേ ആൾക്കാർ ചിലപ്പോൾ സിനിമാ നടന്മാരുടെയോ രാഷ്ട്രീയ നേതാക്കളുടെ ഒക്കെ കണ്ടിട്ട് അവരവരുടെ സ്റ്റൈല് മാറ്റുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. നരേന്ദ്രമോദിജിയെ പോലെ അതേ കണക്കത്തെ ജുബ്ബെല്ലാം ഇട്ട് മുടിയൊക്കെ ഇങ്ങനെ വെച്ച് നടക്കുന്ന ചില BJP-ക്കാരെ കണ്ടിട്ടുണ്ട്. അറിയണ അവർ ശ്രേഷ്ഠന്മാരെന്താണോ ചെയ്യുന്നത് അതിനെ അനുകരിക്കുന്നൊരു സ്വഭാവമുണ്ട്. ഇതെന്തിനാ ഇവിടെ പറയുന്നേ? എടാ അർജുന, നീ ശ്രേഷ്ഠനാണ്. നീ ശ്രേഷ്ഠനായതുകൊണ്ട് തന്നെ നിന്നെ അനുകരിക്കാൻ ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? എന്ത് അർജുന, നീ ഇപ്പൊ ഇവിടെ ഇരുന്ന് കസേരയിൽ അല്ലെ തേരിലിരുന്ന് കരഞ്ഞോണ്ടല്ലേ ഇരുന്നാൽ കൂടെയും സത്യത്തിൽ നീ ശ്രേഷ്ഠനാണ് അല്ലേ? നമ്മൾ അർജുനന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്ര വർഷം കഴിഞ്ഞ് 5000 വർഷം കഴിഞ്ഞ് ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന അർജുനും ശ്രീകൃഷ്ണനും കൂടെ എന്ത് പറഞ്ഞു എന്നുള്ളതാ. അർജുനെ നമുക്ക് ഇപ്പോഴും അറിയാം. മഹാഭാരതത്തിലെ 5 കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞാൽ അതിലൊരാൾ അർജുനായിട്ട് വരും സ്വാഭാവികമായിട്ടും. അത്ര ശ്രേഷ്ഠ പുരുഷനാണ് അർജുന. നീ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? തെറ്റായിട്ടുള്ളൊരു എക്സാമ്പിൾ ആകാൻ പാടില്ല. നീ എന്താണോ ചെയ്യുന്നത്, നീ ശ്രേഷ്ഠപുരുഷനാണ്, അത് ബാക്കിയുള്ളവർ അനുസരിക്കും. നീ എന്താണോ ശരിയെന്ന് മുറുകെ പിടിക്കുന്നത് ബാക്കിയുള്ള ആളുകൾ അതിനെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അർജുന, നീ ശ്രേഷ്ഠപുരുഷനാണ്, തെറ്റിൻ്റെ കൂടെ. എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കറോടുള്ള വളരെ ഇഷ്ടമുള്ളൊരു കാര്യം, അദ്ദേഹം ഗംഭീരമായിട്ട് ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം ചില പരസ്യങ്ങളിലൊന്നും അഭിനയിക്കില്ലായിരുന്നു. ബൂസ്റ്റിൻ്റെ പരസ്യത്തിൽ അഭിനയിക്കുമായിരുന്നു. ബൂസ്റ്റ് ഇസ് ദി സീക്രട്ട് ഓഫ് മൈ എനർജി, അത് അഭിനയിക്കുമായിരുന്നു. അതല്ലാതെ മക്ഡോവൽസുകാർ, അതായത് മറ്റേ മദ്യത്തിൻ്റെ ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ ഒക്കെ ചോദിച്ചു പരസ്യത്തിൽ അഭിനയിക്കാമെന്ന്. അദ്ദേഹം പറഞ്ഞില്ല. കാര്യം എന്നെ കണ്ടിട്ട് ധാരാളം കുട്ടികളുണ്ട്, ഓക്കെ, ധാരാളം ചെറുപ്പക്കാരുണ്ട്, അവർ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. ഇല്ല, ഞാനത് അഭിനയിക്കും. രജനീകാന്ത് അഭിനയിക്കുന്നില്ല. അദ്ദേഹം സ്വയമായിട്ട് മദ്യപിക്കുമായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, മദ്യപിച്ചില്ലായിരുന്നു ഞാൻ വേറൊരു ലെവലിൽ എത്തിയിരുന്നു. പക്ഷെ അദ്ദേഹമായിട്ട് പരസ്യത്തെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാര്യം ഇത് കണ്ടിട്ട് ആരാധനയോടുകൂടി അനുവർത്തിക്കുന്ന ആളുകളുണ്ട്. ഒന്ന് സാധാരണ സിമ്പിൾ സൈക്കോളജി, എന്താണ്? ശ്രേഷ്ഠന്മാരെ കണ്ടിട്ട് ബാക്കിയുള്ളവർ ആചരിക്കും. 2, അർജുന, നീ ശ്രേഷ്ഠനാണ്, നിന്നെ കണ്ട ആൾക്കാർ പഠിക്കും. ഇനി നമ്മുടെ കാര്യം എടുത്താലോ, സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രേഷ്ഠരാണ്. പാപികളെ എന്ന് ചില ഗ്രന്ഥങ്ങൾ പറയുന്ന കണക്കല്ല നമ്മുടെ കാര്യം. നമ്മളെ ഓരോരുത്തരെയും അമൃതസ്യ പുത്ര എന്നാണ് വിളിക്കുക. അമൃതത്വത്തിന്റെ സന്തതികളെ എന്നാണ് സംസ്കാരം, ഭാരതീയ സംസ്കാരം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുക. നമ്മൾ ഓരോരുത്തരും ശ്രേഷ്ഠന്മാരാണ്. നമ്മളെ കണ്ടു പഠിക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ നമുക്കറിയത്തില്ലെന്നേ ഉള്ളൂ. കണ്ടില്ലേ? അപ്പുറത്തെ വീട്ടിലെ കൊച്ചോ അല്ലെങ്കിൽ എൻ്റെ അനിയനോ അനിയത്തിയോ അല്ലെങ്കിൽ എൻ്റെ മക്കളോ ആരെങ്കിലുമൊക്കെ എന്നെ കണ്ട് അനുകരിക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഒരു തരത്തിലും അവർക്കൊരു ബാഡ് എക്സാമ്പിൾ ആകാൻ പാടില്ല. നമ്മൾ പേരൻറ്റിങ് സെഷൻസ് എല്ലാം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ശ്ലോകം എടുക്കും. എന്നിട്ട് പറയും, നമ്മുടെ കുട്ടികൾ എങ്ങനെയാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എങ്കിൽ ഞാൻ ആദ്യം അതാകണം. കാര്യം എൻ്റെ കുട്ടികൾ എന്നെ കണ്ടല്ലേ പഠിക്കുക.
ഞാൻ രാവിലെ 10 മണിക്ക് എണീക്കത്തുള്ളൂ, എന്നിട്ട് പിള്ളേർ രാവിലെ 6 മണിക്ക് എണീറ്റ് പഠിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കത്തില്ല. വീട്ടിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത്, ആഹാരം കഴിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് എനിക്ക്, എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യരുത് എന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആ സമയത്ത് മൊബൈൽ ഫോണിൽ കളിക്കാതിരിക്കണം. മനസ്സിലായില്ലേ? നമ്മളാദ്യം എന്ത് ചെയ്യൂ? ഞാൻ ശ്രേഷ്ഠനാണ് എന്ന് ഉറച്ചിട്ട് ആ ബോധ്യം ഉണ്ടായിട്ട് എന്നെ കണ്ട ആൾക്കാർ മാറുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അതിനനുസരിച്ചിട്ട് എനിക്ക് ആ ഒരു അലേർട്ട്നെസ് ഉണ്ടാക്കണം. ഞാൻ ആ ഒരു അലേർട്ട്നെസ്സോടുകൂടി ഞാൻ നിൽക്കണം. ഒന്ന് നമ്മൾ ആദ്യം കണ്ടു, അർജുന നിനക്ക് മുമ്പേ ശ്രേഷ്ഠ പുരുഷന്മാരെ കണ്ട് നീ പഠിക്കണം. ഓക്കെ, അങ്ങനത്തെ ആൾക്കാർ കർമ്മയോഗത്തിൽ കൂടെ തന്നെയാണ് ഉയർന്നത്. 2, ഒരു സൈക്കോളജി പറഞ്ഞ എന്താണ്? ശ്രേഷ്ഠന്മാരെ കണ്ടിട്ടാണ് സാധാരണക്കാർ പഠിക്കുക, അവരുടെ പ്രമാണമാണ് സാധാരണക്കാർ പ്രമാണമാക്കുക. അതുകൊണ്ട് നീ തെറ്റ് ചെയ്യരുത്. കാര്യം എന്താണ്? നീ ശ്രേഷ്ഠനാണ് അർജുന, നീ ശ്രേഷ്ഠനാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളോട് പറയണം നമ്മൾ ശ്രേഷ്ഠരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അലേർട്ടായിട്ടിരിക്കണം. ഒരു സെൻ ക്വയാനാണോ അതൊരു ബുദ്ധിസ്റ്റ് ട്രഡീഷനിലുള്ള ഒരു കഥയുണ്ട്. നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പറയാണ്, രാത്രിയിൽ ഒരു ഇരുട്ടുമുറിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴും നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യണം? ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിലുള്ള ഒരു സ്റ്റേജിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ ബിഹേവ് ചെയ്യണം എന്നാണ് പറയുമ്പോൾ. പെട്ടെന്ന് എളുപ്പമൊന്നുമല്ലേ? എന്താ പറഞ്ഞേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാത്ത, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞ കണക്ക് ഉദ്ഘാടന സഭ, അതിലൊക്കെ പോയിരിക്കുക. കാര്യം നമ്മുടെയൊക്കെ ആശംസ ഒരു 5 മിനിറ്റ് സംസാരിക്കാനായിരിക്കും, 1.5 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ സ്റ്റേജിലിരിക്കണം. നമുക്കൊന്ന് മര്യാദയ്ക്ക് മൂക്ക് ചൊറിയാൻ പോലും പറ്റൂല. മനസ്സിലായില്ലേ? കാര്യനോ ഇത്ര ആൾക്കാർ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ചില സമയം ഇപ്പോഴത്തെ പ്രശ്നം വെച്ചാൽ ഇവന്മാർ ക്യാമറയിൽ സൂം ചെയ്ത് മറ്റേതിൻ്റെ അത് കാണിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായി? LED സ്ക്രീനിൽ. അത് കാരണം ഈ ഉദ്ഘാടന സമയം ഇപ്പം ക്ലാസ് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അപ്പോൾ നമ്മൾ അലേർട്ടായിട്ടിരിക്കും. അല്ലാതെ കുറേ നേരം ഒരു ഇത് കേൾക്കുമ്പോഴായിരിക്കും അയാളുടെ വേറൊരാളുടെ പ്രഭാഷണം ചിലപ്പം ബോറടിക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ എന്ന് പറഞ്ഞ് കോട്ടുവായിടും. നമ്മൾ അത്ര അലേർട്ട് അല്ലാതാകാൻ സാധ്യതയുണ്ട്. ഇവിടെ ആ സെൻ ക്വയാനിൽ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിസ്റ്റ് ട്രഡീഷനിലെ കഥയിൽ പറയും, അല്ലെങ്കിൽ ആ ഒരു ഉപദേശത്തിൽ പറയും, അല്ലെങ്കിൽ കൊട്ടേഷനിൽ പറയും, നിങ്ങൾ എങ്ങനെ പെരുമാറണം. എവിടെ? രാത്രിയിൽ ഒരു ഇരുട്ട് മുറിയിൽ ഇരിക്കുമ്പോൾ പോലും, അതായത് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ പോലും എങ്ങനെ പെരുമാറണം? ആയിരക്കണക്കിന് ആൾക്കാരുടെ മുമ്പിലുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുന്നത് പോലെ പെരുമാറണം. ഉപദേശിക്കാൻ ഭയങ്കര എളുപ്പമാണ്, ഞാൻ തന്നെ ചെയ്യുന്നുണ്ടെന്നുള്ള 2ാമത്തെ കാര്യം. പക്ഷേ ശ്രേഷ്ഠനാണ് നീ, ആ ശ്രേഷ്ഠൻ ചെയ്യുന്നതേ ബാക്കിയുള്ള ആൾക്കാർ അനുസരിക്കുക. അർജുന നീ ശ്രേഷ്ഠനാണ്. എന്നിട്ടോ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. ശരി. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.